Guys, welcome back to our new video. Now we are going to do a bait casting reel. This is fishing and review. We are viewers a bait casting reel. This is a conventional type bait caster. The name is Shimano Osha Calcutta. This is a design. Actually, this is a design. This is evolved with Scorpion bait caster evolved. This is compact. This is a fully rigid metal body, completely rock solid. And salt water apply ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതാകുമ്പോൾ നമുക്ക് salt water ഒക്കെ ധൈര്യമായിട്ട് അറിയാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണാനില്ല. ബ്രേക്കിന്റെ അകത്താണ് ഇന്റർണൽ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷേ അതിന്റെ ഉള്ളിലാണ്. നമുക്ക് ആകപ്പാടെ കൺട്രോൾ ഉള്ളത് ഈ ടെൻഷൻ നോബാണ്. ടെൻഷൻ നോബ് മാത്രമാണ് നമുക്ക് കാസ്റ്റിംഗ് കൺട്രോൾ ഉള്ളത്. പിന്നെ ഡ്രാഗും ഉണ്ട്. വേറെ ബ്രേക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്, ലോഗോ മാത്രമേ ഉള്ളൂ. 8 kg ഡ്രാഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കോർപ്പിയോനെ പോലെ ഡ്രാഗ് സ്ലിപ്പും കാര്യങ്ങളൊന്നുമില്ല. റോക്ക് സോളിഡ് ഡ്രാഗാണ്. ഡ്രാഗ് സ്ലിപ്പാകത്തൊന്നുമില്ല. സ്കോർപ്പിയോണിൽ ചെറിയ ഡ്രാഗ് ഇങ്ങനെ നമുക്ക് ഫുൾ ടൈറ്റ് ആക്കിയാൽ ഇടയ്ക്ക് സ്ലിപ്പായി പോകാനല്ലോ തോന്നും. ഇതിനകത്ത് ആവശ്യമൊന്നും പറ്റില്ല. അതിനകത്ത് വലിയ മീനെ പിടിക്കണോണ്ടാട്ടോ അതുകൊണ്ടാണ് ഇത് എടുത്തത്. നമുക്ക് അത്യാവശ്യം ഹെവി മീനെ പിടിക്കാൻ വേണ്ടി കുറച്ച് ഹെവി ഗിയർ തന്നെ വേണം. ഇത് കാണുമ്പോൾ ഭയങ്കര കോമ്പാക്ട് ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ള റീലാണ്. മെറ്റലായതുകൊണ്ട് തന്നെ ഒരു 300 ഗ്രാം അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. സ്കോർപ്പിയോണാണ് 175-200 അടുത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ തീരെ കോമ്പാക്ട് ആണ്. നമുക്ക് കറക്റ്റ് കയ്യിൽ ഒതുങ്ങും. മീനൊക്കെ പിടിക്കാൻ നമുക്ക് കൊന്നെടുക്കാൻ അത്രയ്ക്ക് പവറാണ് റീൽ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ സാധനം വർക്കാവോ നമുക്ക് അറിയണമെങ്കിൽ മീനെ പിടിച്ച് തന്നെ നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കിടിലൻ സ്പോട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് 5-6 മീനെ പിടിച്ച് നോക്കാം. എന്നിട്ട് ഇതെങ്ങനെ ഫീൽഡിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു കെട്ടാണ് കേട്ടോ. ഇത് കാളാഞ്ചി വളർത്തുന്ന സ്ഥലമാണ്. ഇവിടെ കാളാഞ്ചി പിടിക്കാൻ താല്പര്യമുള്ള ആർക്കെ വേണേൽ വരാൻ കേട്ടോ. ഒന്നുമില്ല, ഒരു 10-3000 കാളാഞ്ചി ചെറിയൊരു കെട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് വന്ന് എറിയുമ്പോൾ തന്നെ അടിയാണ്. Yes, fish on. Yes, fish on. ഇത് ഓവർ സൈസുള്ള കാളാഞ്ചി ഒന്നുമില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 കിലോ 1.5 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അത്യാവശ്യം നല്ല ഫൈറ്റ് എടുക്കുന്ന മീനാണ് കാളാഞ്ചി. പൊതുവെ ബാക്കിയുള്ള മീനുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല ഫൈറ്റാണിത്. ഞാൻ ലാൻഡ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ഒറ്റ ഹുക്കുകൾ. മാക്സിമം അതിങ്ങനെ ചാടി ഹുക്ക് ജെക്ട് ചെയ്ത് കളയാൻ നോക്കും. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറിനകത്ത് 3 ട്രിപ്പിൾ ഹുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാണ്ടിങ്ങനെ നിൽക്കുന്നത്. ബട്ട് എങ്കിലും ചാൻസ് ഊരി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കയറുക അത് നോക്കണം. പക്ഷേ പൊക്കി കഴിഞ്ഞാൽ പോവുക. ഇത്ര ചെറിയ മീനാണെങ്കിൽ പോലും ഇതിനെ ലാൻഡ് ചെയ്യാൻ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. കാര്യം അതിൻ്റെ ജോയും കാര്യങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ലീഡർ ലൈൻ പിടിച്ച് പൊക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ വിട്ടു പോകും. കഷ്ടകാലത്ത് നമ്മൾ ലാൻഡിങ് നെറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടുമില്ല. ഇങ്ങോട്ടെങ്കിലും ചേട്ടൻ മാറുമോ? ഇല്ല, ഇനി പോയാല ഇവിടെ പോയാ. നമുക്ക് ഫസ്റ്റ് കാളാഞ്ചി അടിച്ചിട്ടോ. നമുക്ക് ആദ്യം ഒരു 3 അടിച്ച് മിസ്സായിട്ടാണ് ഒരെണ്ണം അടിക്കുന്നത്. നമുക്ക് അടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റീലിൽ ഫസ്റ്റ് മീനാണ്. എറിയാൻ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ അന്നേരം തന്നെ അടിച്ചത് കാളാഞ്ചിയാണ്. മുട്ടൻ ലൂറെന്ന് പറയേണ്ടത് ഫിഷ് ഷാർക്കിൻ്റെ ഒരു മിഡ് വാട്ടർ ലൂറാണ്. കാരണം ഇവിടെ അത് ആഴയില്ല. ഇതിൽ നമ്മൾ ഡീപ്പൊക്കെ എറിഞ്ഞാൽ അടിയിൽ പോയി തട്ടി ഉടക്കുകയാണ്. അപ്പോൾ മിഡിലുള്ള അടിക്കുന്നുണ്ട്. മിഡിലും ഷാളും നല്ല അടിയുണ്ട്. ഈ ലൊക്കേഷൻ എവിടെയെന്നുള്ള ലാസ്റ്റ് പറയാം. അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പം കാളാഞ്ചി പിടിക്കാൻ താല്പര്യമുള്ളത് നേരെ വന്നാൽ മതി. ആവശ്യം പിടിക്കാം. Yes, fish on. ഇങ്ങനെ മിസ്സാക്കരുത്. കമോൺ. കുഞ്ഞിക്കാളാഞ്ചി പോയിരുതാ മതിയായിരുന്നു. പോലും കുഴപ്പമില്ല, പോകാറുതാ മതിയായിരുന്നു. എൻ്റെ കുട്ടി കയറി പോയാ. ഇല്ല, ഉണ്ട്.
തൊറ്റ വിട്ടോ അങ്ങോട്ട് വഴിയൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് വഴിയുണ്ടോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇതിന്? ചെറുതാണെങ്കിൽ ഉടുക്കത്തെ വില ഇതിന്. ഇങ്ങനെ ലാൻഡിങ് ചേട്ടാ ഇത്. ആ നമുക്ക് രണ്ടാമത്തെ കാളാഞ്ചി അടിച്ചിട്ടുണ്ട്. ഇത് ബോട്ടിൽ 1 കിലോ ഉണ്ടാകും. ആദ്യത്തെ ബോട്ടിൽ വലുതാണ്. വൈകുന്നേരം ആയപ്പോൾ അടി തുടങ്ങി കേട്ടോ. നമ്മൾ ഉച്ചക്ക് വന്നതാണ്, വെയിലും താന്നപ്പോൾ അടി തുടങ്ങിയത്. ഇവിടെ നിറച്ച് മീനുകളാന്നാ പറഞ്ഞത്. 13,000 കാളാഞ്ചി ഉണ്ട്. നമുക്ക് ചക്ക കൂടുതലായിരുന്നു അവിടെ 2 ദൂരം അടിച്ചിട്ട്. കായലിൽ നിൽക്കുന്ന സൈസല്ല, വേറൊരു ഷേപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. കായലിലെ ഭയങ്കര ബൾക്കിയായി നെയ്യുള്ള മീനായി. നെയ്യൊന്നും കളിയില്ല, ഭയങ്കര സ്ലിമ്മാണ്. അടിച്ചേക്കണ ഫിഷാറിന്റെ സെയിം മിഡ് വാട്ടർ ലൂറി തന്നെ കേട്ടോ. അതിന് ഹുക്കറന്ന് പറഞ്ഞാൽ പതിയെ മാറ്റിയിട്ട് വേറൊന്നും മാറ്റിയിട്ടില്ല. അതിനൊക്കെ സെയിം ആണ്. നമ്മുടെ പേര് തന്നെ ഷിമാനോ ഓഷ്യ കൽക്കട്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 കിട്ടി കേട്ടോ. ഇപ്പോഴൊരു 1.5 കിലോയും 1/2 കിലോയുടെ 2 കിട്ടി. പക്ഷേ ഇതിനകത്തിൽ ആവശ്യം മീനുണ്ട്. ഒരു 15 കിലോയുള്ള ഒരാളെ കാളാഞ്ചി കിടപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ കാളാഞ്ചി പലരുടെയും ഡ്രീം ഫിഷാണെന്ന് എനിക്കറിയാം. ഈ സാധനം പിടിക്കാൻ താല്പര്യമുള്ളവർ, ഇതിന് തിരക്കിട കിട്ടാത്തവർ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമ്പർ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. ഈ സാറ്റർഡേ ഇതിൻ്റെ ഒരു ക്യാച്ച് ആൻഡ് റിലീസ് പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പിടിച്ച് റിലീസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മീൻ പിടിച്ചിട്ട് പോകാനുള്ളതൊക്കെ എപ്പോൾ വേണേൽ വരാം. മീനിൻ്റെ റേറ്റ് വെച്ച് എടുത്താൽ മാത്രം മതി, വേറെ സീനുമില്ല. ഇതിൽ ആവശ്യം പിടിക്കാം. ആൻഡ് നമ്മുടെ റീലിൻ്റെ റിവ്യൂ ഏറെക്കുറെ സെറ്റായി. ഇത് ഇച്ചിരി മീൻ പിടിക്കാൻ വേണ്ടി എൻ്റെ ആഗ്രഹം വരുന്നു. കാരണം നമ്മൾ അവിടെ നിന്നിട്ട് ഒന്നും അടിക്കാനുള്ള അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാട്ടോ. കട്ട് ചെയ്ത്